എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളുടെയും സ്വപ്നമാണ്. പക്ഷെ മിക്കവാറും ഒന്നും അങ്ങനെ ജീവിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം. കാരണം ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. അത് ദൈവം തന്നെ നമ്മളെ ശക്തീകരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ജീവിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ദൈവം അത് ശക്തീകരിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മൈൻഡിൽ വിശ്വാസത്തെ തരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വചനത്തിന്റെ കേൾവിയാലാണ് വരുന്നത്. അപ്പോൾ ഈ 4 ദിവസം കൊണ്ട് എൻ്റെ ഉദ്ദേശം, ഞാൻ സംസാരിക്കുന്ന ദൈവവചനം സംസാരിക്കുമ്പോൾ, ഇതിനിടയിൽ ദൈവവചനം സംസാരിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ആ വചനത്തിന്റെ കേൾവി നിങ്ങൾക്ക് വിശ്വാസമാക്കി മാറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെനിക്കും നിങ്ങൾക്കും എല്ലാം വിശ്വാസ ജീവിതത്തിന് സഹായകമാകുമെന്ന് വിചാരിക്കുന്നു. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫെയ്ത്ത് ലൈഫിനെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഫെയ്ത്ത് എന്താണ്, ഫെയ്ത്ത് ലൈഫ് എന്താണ്, ഫെയ്ത്ത് ലൈഫ് എന്തല്ല, ഫെയ്ത്ത് ലൈഫ് എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പതുക്കെ ഈ 4 ദിവസം കൊണ്ട് തുറന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നിർവചനം ബൈബിളിലുള്ള അപൂർവം വാക്കുകളിൽ ഒന്നാണ് വിശ്വാസം. വിശ്വാസം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായൊരു നിർവചനം വേദപുസ്തകത്തിലുണ്ട്. പ്രത്യാശ എന്താന്ന് ചോദിച്ചാലും ഉണ്ട്, കൃത്യമായൊരു നിർവചനം ബൈബിളിലുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ആശിക്കുന്നത് അതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അതിനെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫെയ്ത്തിനകത്ത് 2 കമ്പണൻസ് ഉണ്ട്, 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താണോ ആശിക്കുന്നത് അതിന്റെ ഉറപ്പും, മറ്റൊന്ന് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നിശ്ചയം എന്നുള്ളതിന് പല ട്രാൻസ്ലേഷൻസിലും, പഴയ ട്രാൻസ്ലേഷൻസിലും എവിഡൻസസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഫെയ്ത്ത് ഓഫ് ദ അഷുറൻസ് ഓഫ് തിങ്സ് ദാറ്റ് വി ഹോപ്പ് ഫോർ ആൻഡ് ദ എവിഡൻസസ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡു നോട്ട് സീ, ദാറ്റ് cannot be seen. കാണാൻ പറ്റാത്ത കാര്യങ്ങളുടെ തെളിവുകളാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശ, നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശയുടെ ഗ്യാരണ്ടിയും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളുടെ തെളിവുകളുമാണ്. ഈ കാണാൻ പറ്റാത്ത കാര്യങ്ങളുടെ തെളിവുകൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൗ ഡു വി ഡെവലപ്പ് ദാറ്റ് വ്യൂ ഓർ ദോസ് എവിഡൻസസ്? നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് കാണാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച്? ഞാൻ വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, കാരണം ഞാൻ ഈ വിശ്വാസം എന്നാൽ എന്തെന്നുള്ള വിഷയം വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനൊരു വളരെ ലളിതമായ ഒരു നിർവചനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇന്ന് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. എനിക്കൊന്ന് അത്രയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയവും നമ്മുടെ ഇടയിലില്ല. കാരണം ഇന്ന് വിശ്വാസി എന്ന വാക്കിന് പല അർത്ഥങ്ങളാണുള്ളത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ അർത്ഥം ഒരു പെന്തക്കോസ്ത് സഭയിൽ പോകുന്നയാൾ, അങ്ങനെയാണ് വിശ്വാസി. വിശ്വാസി ആരാണ്? വിശ്വാസി ഒരു പെന്തക്കോസ്ത് സഭയിലല്ല ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്ന, അവിടെ സ്തോത്രയാഴ്ച ഇടുന്നയാൾ, അയാളെയാണ് നമ്മൾ വിശ്വാസി എന്നുള്ളതിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ. ഇപ്പം നമ്മൾ പറയും പാസ്റ്ററാണോ വിശ്വാസിയാണോ എന്ന് ചോദിക്കാം. അപ്പം വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ അല്ലെന്നർത്ഥം. പാസ്റ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിയല്ല, വിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ അല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഒരു പാസ്റ്ററാൽ നടത്തപ്പെടുന്ന ഒരു സഭയിൽ ഞായറാഴ്ച ആരാധിക്കാൻ കൂടി വരുന്ന ആളുകളെയാണ് നമ്മൾ സാധാരണ വിശ്വാസികൾ എന്ന് പറയുന്നത്. അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രസക്തമല്ല, അതൊരു ടൈറ്റിലാണ്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ചിലപ്പോൾ പാസ്റ്ററോട് തന്നെ വൈരാഗ്യമായിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അതൊന്നും പ്രശ്നമല്ല. അവർ അവിടെ വന്നിരിക്കുന്നിടത്തോളം കാലം അവരെ നമ്മൾ വിശ്വാസികളായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് വിശ്വാസി എന്നുള്ള വാക്കിന്റെ നിർവചനം. ഓക്കെ, അപ്പൊ നമ്മൾ ഇടയ്ക്ക് പറയും നിങ്ങൾ വിശ്വാസികളായിരുന്നാൽ പോരാ, നിങ്ങൾ ശിഷ്യന്മാരാകണം എന്നൊക്കെ പറയും. വിശ്വാസികളായിരുന്നാൽ പോരാന്ന് പറയുന്നത് അർത്ഥം ഇങ്ങനെ ഇരുന്നാൽ അതായത് സാധാരണ സഭയിൽ പോകുന്ന ചുമ്മാ ഇരുന്നാൽ പോരാന്നർത്ഥം. അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്നവൻ എന്നൊരു ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. അവരങ്ങനെ ഇരുന്നാൽ പോരാ, ശിഷ്യന്മാരാകണം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശിഷ്യനാണോ വിശ്വാസിയാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് തീർച്ചയായിട്ടും പറഞ്ഞാൽ വിശ്വാസിയാണ് വലുതെന്ന്. കാരണം ശിഷ്യന്മാർക്ക് പല സമയത്തും വിശ്വാസം ഇല്ലായിരുന്നു. ഈ ശിഷ്യന്മാർക്ക് വിശ്വാസം ഇല്ലാതെ പോയിട്ട് കർത്താവ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരുടെ പുറകെ നടന്നവരൊന്നും കർത്താവ് പറഞ്ഞ മനസ്സിലാക്കുന്നുമില്ലായിരുന്നു, അതിലൊന്നും വിശ്വസിക്കുന്നുമില്ല.
ഇപ്പൊ കർത്താവ് എപ്പോഴും വരുന്നത് ഈ അല്പവിശ്വാസികളെ എന്ന് വിളിക്കുമായിരുന്നു. മനുഷ്യപുത്രം വരുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ മനുഷ്യപുത്രം തിരിച്ചു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുമായിരുന്നു. ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു യൂദായി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യരായിട്ടും കാര്യമില്ല, വിശ്വാസികളാകണം എന്നുള്ളതായിരുന്നു യേശു കർത്താവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായാലും ഒരു കാര്യമില്ല, ശിഷ്യന്മാരാകണമെന്നാണ്. അത് പറയുന്നവർ വളരെ കുറവാണ്, എങ്കിലും കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് വിശ്വാസി എന്ന ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മറുപടി വരെ പറയാം: വിശ്വാസ ജീവിതം നയിക്കുന്നയാൾ. അതാണ് അടുത്ത മറുപടി. ആരാണ് വിശ്വാസ ജീവിതം നയിക്കുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട തീം അതാണ്. വിശ്വാസ ജീവിതം എങ്ങനെയാണ് നയിക്കുന്നത്? ഇന്ന് നമ്മൾ കേൾക്കുന്ന പല പ്രസംഗങ്ങളിലും പാട്ടുകളിലും എല്ലാം കാണുന്നത് നമുക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് ആപത്ത് അനർത്ഥങ്ങളൊന്നും വരില്ല, നമ്മൾ കടഭാരം ഉണ്ടാവില്ല. വിശ്വസിക്കാം, അത് വിശ്വസിക്കുക. ഓക്കെ, കോവിഡ് നമ്മളെ ബാധിക്കില്ല, കോവിഡ് വന്നാലും നമ്മൾ മരിക്കില്ല. ഓക്കെ, പിന്നെന്താ, നമുക്ക് ഒരു രോഗം നമ്മളെ ബാധിക്കില്ല, അങ്ങ് വിശ്വസിക്കുക, ചുമ്മാ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെ വാഗ്ദത്വമൊന്നുമില്ല. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാമ്പത്തികമൊക്കെ അപ്പോൾ കിട്ടിക്കോളും, നമുക്കൊരു രോഗവും വരില്ല. ഇങ്ങനെ നമ്മൾ സുന്ദരമായിട്ട് ദീർഘായുസോടെ ജീവിക്കും, അങ്ങ് വിശ്വസിക്കുകയാണ്. വാഗ്ദത്വങ്ങളൊന്നുമില്ല. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാഗ്ദത്വം ഇല്ല. പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വാഗ്ദത്വം നൽകപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്, വിശ്വാസത്തിന്റെ പോരാട്ടമാണ് പോരാടുന്നത്. പക്ഷെ വാഗ്ദത്വങ്ങളെ നോക്കിയിട്ടല്ല ആ ജീവിതം. അപ്പൊ ഇവരെയും വിശ്വാസികളെന്നാണ് നമ്മൾ വിളിക്കുന്നത് വിശ്വാസ ജീവിതം. ഇതിന് ഭയങ്കര ഗമയാണ് കേട്ടോ. വിശ്വാസ ജീവിതം നയിക്കുന്ന പറയുന്നത് ഭയങ്കര ഗമയാണ്. ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഈ ഗമ കുറെ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ മിഷണറിമാരായിരുന്ന സമയത്തും ഞങ്ങളെ കൂടെ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്, നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് ചെയ്യുന്നു? അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പെസിഫിക് സപ്പോർട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയും വിശ്വാസ ജീവിതമാണ് ബ്രദറെ, ഞങ്ങൾ ആരോടും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാറില്ല, കർത്താവ് നടത്തും. അതാണ് വിശ്വാസ ജീവിതം. അത് ഭയങ്കര നല്ല ലൈഫാണ്. നിങ്ങളെല്ലാവരും കേൾക്കും പറയാം അങ്ങനെ വേണം, അതാണ് പാസ്റ്റർമാർ അങ്ങനെ. ദാറ്റ്സ് ഓൾസോ കോൾഡ് വിശ്വാസ ജീവിതം. പിന്നെ നമ്മുടെ കുറച്ചുകൂടെ പൂർവികരായ ആൾക്കാർ വിശ്വാസ ജീവിതത്തെ കണ്ടിരുന്ന വേറൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത്, രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകില്ല, അത് വിശ്വാസ ജീവിതമാണ്. ഞങ്ങൾ രോഗം വന്നാൽ ദൈവം അത് മാറ്റിക്കോളും. ഇത് ഞങ്ങൾ ഒന്നിനും മനുഷ്യരെ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ എല്ലാത്തിനും ദൈവത്തെ ആശ്രയിക്കുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ ദൈവം ഞങ്ങളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള പലതരം വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ പലതരം വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം നമ്മൾ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കുന്നവരെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് പൈസയുടെ കാര്യമാണ്. പൈസ ദൈവം തരും. അല്ല, പൈസ എന്ന് പറഞ്ഞ കാര്യമില്ല, ക്യാഷ്, ഡോളർ. നിങ്ങൾക്ക് ഡോളറില്ലേ, ഡോളർ ദൈവം തരും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള തുക, അത് ഏത് കറൻസി ആയാലും തക്ക സമയത്ത് ദൈവം തരും. മിഷണറി വേലയാണെങ്കിൽ നിങ്ങൾ ആരോടും പൈസ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവത്തിന്റെ വേലയാണ്, ദൈവം തരും. ഇതാണ് നമ്മൾ പൊതുവെ നമ്മുടെ നീഡ്സ് നമ്മൾ ആരോടും പറയരുത്, ദൈവത്തോട് മാത്രമേ പറയാവുള്ളൂ. ഇതാണ് ഫെയ്ത്ത് ലൈഫ്. ബൈബിളിൽ എവിടെയാണ് ഇങ്ങനെയുള്ളത്? വിശ്വാസ ജീവിതം ഇതാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഒരിടത്തുമില്ല. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാതെ പ്രാർത്ഥിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾക്ക് 1 രൂപ പോലും കയ്യിലില്ലെങ്കിൽ ഒരു 500 രൂപ തരാം ബ്രദറെ എന്ന് ചോദിക്കരുതെന്ന് ബൈബിളിലില്ല. തന്നെയല്ല, ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പം അവന്റെ വീട്ടിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് അവന്റെ സുഹൃത്തിന്റെ അടുത്ത് പോയി വല്ലാതെ മുട്ടി, വല്ലാതെ യാചിച്ചു. സുഹൃത്തായോണ്ട, എന്നിട്ട് അയാൾ അത്ര നല്ല സുഹൃത്തായിട്ട് നല്ല പെരുമാറിയത്. നമ്മളാണ് അതിനേക്കാളൊക്കെ ഡീസൻ്റായിട്ട് പെരുമാറിയത്. അപ്പൊ ദൈവം അവിടെ പൈസ ചോദിക്കുന്നതിന് പോലും, ഇനി എല്ലാവരും പൈസ വെച്ച് തുടങ്ങിക്കരുത് കേട്ടോ. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ പൈസ വയ്ക്കുന്നവരുടെ ബഹളം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു തത്വം ഇറക്കി, ഇതാണ് വിശ്വാസ ജീവിതം, ഇനി ആരും പൈസ ചോദിക്കരുത് എന്നാക്കിയേക്കുന്നത്. ഇനി അത് ഞാനിത് ഇളക്കിയിട്ട് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ചോദിക്കുന്ന ആൾക്കാരെ കൊണ്ട് പൊറുതിമുട്ടരുത്. അതുകൊണ്ട് ഇതിപ്പോ ഇരിക്കുന്ന വഴി അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പക്ഷെ ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല. പൈസ ചോദിക്കരുത്, നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പാകയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ നോക്കിയിരുന്നോണം, ദൈവം നടത്തിക്കോളും. ശരിയാണ്, ചോദിക്കരുതൊന്നും ബൈബിളിലില്ല. ഇറ്റ് ഇസ് നോട്ട് എ ബിബ്ലിക്കൽ ഫെയ്ത്ത് ലൈഫ്. ഇത് ബൈബിൾ സംബന്ധമായ ഒരു ഫെയ്ത്ത് ലൈഫ് അല്ല, ഇത് നമ്മൾ കണ്ടെത്തിയ ഒരു ഫെയ്ത്ത് ലൈഫാണ്. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് രോഗം വന്ന് മരിച്ചാലും കുഴപ്പമില്ല, അല്ലെ കർത്താവ് ഹീൽ ചെയ്തില്ലെങ്കിൽ വേണ്ട, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബൈബിളിൽ അങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല.
അങ്ങനെ ആയിരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് രോഗം ഉണ്ടെങ്കിലും നിങ്ങൾ വൈദ്യനെ കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിശ്വാസ ജീവിതമെന്ന് ആളുകൾ പറയുന്ന ഒക്കെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയും എന്താ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എപ്പോഴും നല്ലത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന് കാരണം ഞാൻ ആരോടും പറയാറില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഗുഡ്. കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് തന്നെയാണ് നല്ലത്. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ ഫെയ്ത്ത് ലൈഫ്. അതല്ല വിശ്വാസ ജീവിതം. അപ്പൊ നമ്മൾ 3, 4, 5, 6 കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഒന്ന്, സഭയിൽ ചുമ്മാ ഇരിക്കുന്നവനാണ് വിശ്വാസി എന്നുള്ള ധാരണ. മറ്റൊന്ന്, ഒരാപത്തും എനിക്ക് വരില്ല എന്ന് വിശ്വസിക്കുന്നവൻ. ദൈവം എന്താ പറയുന്നത്, എന്നെ ഒരാപത്തും വരുത്താതെ സൂക്ഷിക്കും, എൻ്റെ വണ്ടി ഒടുത്തിടിക്കില്ല. ഓക്കെ, എനിക്കൊരു കോവിഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വരത്തില്ല. ഓക്കെ, ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. നിനക്കൊരു വിശ്വാസമില്ലേ ബ്രദറെ? ഒരു വിശ്വാസമില്ലേ എന്ന് ചോദിക്കാം. ഞാൻ ഈ വിശ്വാസത്തിന്റെ കൺഫ്രണ്ടേഷൻ, വിശ്വാസം എനിക്ക് ഉണ്ടോ ഇല്ലയോ, ഞാനൊരു വിശ്വാസ ജീവിയാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചായി വന്നത് എൻ്റെ മകന് പണ്ടൊരു അസുഖം വന്നപ്പോഴാണ്. അവന് ഒരു ഗുരുതരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഡെങ്കുപ്പനി വന്നിട്ട് അത് ഡെങ്കുപ്പനി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അതിൻ്റെ കൂടെ വേറൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കണ്ടെത്താൻ പറ്റാതെ അത് ഇത്തിരി കോംപ്ലിക്കേഷനായി. എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം മകനുണ്ടായി. ചെറുപ്പത്തിൽ 1.25 വയസ്സ് പ്രായമുള്ളൂ. അപ്പോ അതുവരെ ഒക്കെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് നിശബ്ദനാവുകയും പപ്പ അമ്മ ടാറ്റ എന്ന് മാത്രം പറയാൻ ചെയ്യാൻ തുടങ്ങി. ആഹാരം കഴിക്കുന്നില്ല, കട്ടിലിൽ എപ്പോഴും കിടക്കുന്നു, ശരീരം വലുതായി വരുന്നു. എന്താന്ന് ഡോക്ടർമാർ കണ്ടത്? ഞങ്ങൾ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഭയം തോന്നുന്നു. ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലേ? നിങ്ങൾ വിശ്വസിക്ക്, ദൈവം അനർത്ഥം ഒന്നും വരുത്തുകയില്ല. ദൈവം ഈ രോഗത്തിന് സൗഖ്യം തരും, പ്രാർത്ഥിക്ക്. പക്ഷെ എൻ്റെ ഉള്ളിൽ വേറൊരു കൺഫ്യൂഷനാണ് ഉള്ളത്. ആ കൺഫ്യൂഷൻ ഇതല്ല. കാരണം ദൈവം പല മിഷണറിമാരുടെയും കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നിട്ട് സൗഖ്യമാക്കിയിട്ടില്ല. ഹഡ്സൺ ടൈലറുടെ മക്കള്, വില്യം കേരിയുടെ മക്കള്, എന്താ നമ്മുടെ ഒരു ക്രിക്കറ്റർ ടേൺഡ് മിഷണറി ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി ആ പേര്. എൻ്റെ മെമ്മറി ഭയങ്കര. ആഫ്രിക്കയിലൊക്കെ വർക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ആൺമക്കളെല്ലാം സ്റ്റഡിന്റെ ആൺമക്കളെല്ലാം മരിച്ചു. അപ്പൊ ഒത്തിരി ആളുകളുടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, വൈ നോട്ട് മീ? ഇനി എന്നോട് ദൈവം അങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവരെ പോലെ വിശ്വാസത്തിന്റെ ബലമില്ല. ഞാനൊരു എന്താ പറയുന്ന ഒരു കുമിള പോലെ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ദാറ്റ് വാസ് മൈ ഫിയർ. കാരണം ഗോഡ് ക്യാൻ ഡു എന്നുള്ളൊരു ഒരു ആശങ്കയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഗോഡ് വുഡ് ഓൾ ദ ടൈം ഹീൽ എവറി സിക്ക്. ഓക്കെ, അങ്ങനെ കരുതാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇതാണ് സ്ട്രഗിൾ. ലോർഡ്, വാട്ട് ഇഫ് യു ഡു ഇറ്റ്? ഹൗ വിൽ ഐ ഫേസ് ഇറ്റ്? ഞാൻ കർത്താവ് എനിക്ക് പറ്റാത്ത പരീക്ഷണങ്ങളിലേക്ക് ദൈവം നീ എന്നെ കൊണ്ടുവരും. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഐ എം കൺഫ്രണ്ടിങ് ഇറ്റ് അനദർ ലെവൽ. ദൈവത്തിന്റെ ആ സ്വഭാവം അറിയാവുന്നതുകൊണ്ട്. കാരണം ദൈവത്തിന് ഇപ്പോൾ ഒരാൾ മരിച്ചെന്നോർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ദേ ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഹിസ് പ്രസൻസ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ച ദൈവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഇപ്പൊ ഞാൻ മരിച്ച ദൈവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഞാനിപ്പോ മരിച്ചാൽ കർത്താവിന്റെ അടുത്തേക്ക് ട്രാൻസ്ലേറ്റഡ് ആണ്, അവന്റെ അടുത്ത് ഇരിക്കുമായിരിക്കും. അപ്പൊ ദൈവത്തിന് എന്താ പ്രയാസം? ഒരു പ്രയാസം. എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ചുറ്റിരിക്കുന്നവർക്കേ ഉള്ളൂ പ്രയാസം. അവരാ 2 ആഴ്ച കഴിയുമ്പോൾ മറക്കും. 2 ആഴ്ച കഴിയുമ്പം മറക്കും, പറയും അയാൾ കൊള്ളായിരുന്നു, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അറ്റ്ലാന്റ ചർച്ചിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വരുമായിരുന്നു, ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചിന്തിക്കുമായിരിക്കും. അതിൽ കൂടുതലൊന്നും ആരും ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കത്തില്ല. സോ ഡെത്ത് ഈസ് നോട്ട് എ സ്കേറി തിങ്, ബിക്കോസ് അതിന്റെ സ്റ്റിങ് എടുത്ത് കർത്താവ് മാറ്റി. പക്ഷെ അവിടത്തേക്ക് നമ്മൾ എത്തണം. മരിച്ചാൽ സാരമില്ല, എനിക്കൊരു നിത്യമായ ഭവനമുണ്ട്. ഓക്കെ, ആ ഒരു തേജസ് എൻ്റെ മുമ്പിലുണ്ട്. അങ്ങോട്ട് എത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യൻ ലൈഫിന്റെ ഫെയ്ത്ത് പരിപാടി എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. ഈ ഫെയ്ത്ത് നമുക്ക് തരുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് നത്തിങ് ക്യാൻ ഡിഫീറ്റ് us, നോട്ട് ഈവൻ ഡെത്ത് എന്നുള്ളതാണ്. ഈവൻ ദ ഫിയർ ഓഫ് ഡെത്ത് കനോട്ട് ഡിസ്ട്രോയ് us. അവിടെയാണ് നമ്മുടെ ഫെയ്ത്ത് ലൈഫിന്റെ സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. മരണം കൊണ്ട് പോലും തകർക്കാൻ പറ്റാത്ത
മരണം കൊണ്ട് പോലും നമ്മളെ തളർത്താൻ പറ്റാത്ത ഒരു ധൈര്യമാണ് ഈ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നാഗൽ സാഹിബ് അനുഭവിച്ചത് എന്താണ്? നാഗൽ സാഹിബ് മരണവേദനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു പാട്ട് എഴുതുന്നത്. അതുപോലെ ഇവിടെ പഴയകാലത്ത് വിശുദ്ധന്മാരെല്ലാം അങ്ങനെയായിരുന്നല്ലേ, ഭയങ്കരമായ പരീക്ഷണങ്ങളുടെ നടുവിലൂടെ അവർ കടന്നു പോയത് മരണത്തിന് they did not fear death. അതൊരു വലിയ കാര്യമായിരുന്നു. ഈ പറയുന്ന പഴയകാലത്തെ മിഷണറിമാരൊന്നും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല, ബിക്കോസ് ദേ ഹാഡ് സച്ച് സ്ട്രോങ് ഫെയ്ത്ത്. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒന്നും വരില്ല എന്നുള്ള ഫെയ്ത്ത്. അപ്പൊ നമുക്ക് ധൈര്യമില്ല വന്നു കഴിഞ്ഞാൽ നേരിടാൻ. ഈ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് അമേരിക്കയിൽ തന്നെ ഒരു യൗവനക്കാരനായ ഒരു അപ്പോളജിസ്റ്റ് ഉണ്ടായിരുന്നു, മുസ്ലിം വിഭാഗത്തിൽ രക്ഷിക്കപ്പെട്ടു, നബീൽ ഖുറേഷി മറ്റോ അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്? അല്ലെ, ഐ തിങ്ക് സോ. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. ഓക്കെ, മാറിയായിരുന്നെങ്കിൽ ഭയങ്കര മിറക്കിളായിരുന്നു തന്നെ. പക്ഷെ ദൈവം വിചാരിച്ചു വേണ്ട, ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. കാരണം ദിസ് ഹാപ്പൻസ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്ത് ഒരു മാജിക്കിലൂടെ ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന അല്ല ഫെയ്ത്ത്. അത് ബലമില്ലാത്തൊരു ഫെയ്ത്താണ്. ബലമില്ലാത്ത ഫെയ്ത്ത് എന്ന് മാത്രമല്ല, വാഗ്ദത്തങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസവുമല്ല. ഇനി നമ്മൾ ഈ വിശ്വാസത്തിന്റെ പ്രശ്നം എന്താന്ന് ഞാൻ നിങ്ങളോട് പറയാം. വാട്ട്സ് ദ പ്രോബ്ലം ഓഫ് ദീസ് ഫെയ്ത്ത് സിസ്റ്റംസ്? എന്താണ് ഇതിനകത്ത് തെറ്റ്? എന്തുകൊണ്ടാണ് ഇത് വിശ്വാസ ജീവിതം എന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊന്നും വിളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾ, നമ്മൾ എന്തുകൊണ്ടാണ് വളരെ ബലഹീനരായിരിക്കുന്നത്? എന്തു വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഞാനും വളരെ ബലഹീനമായ ഒരാൾ തന്നെയാണ്. മൈ ഓൺലി സ്ട്രെങ്ത് ഫെയ്ത്ത്. സംടൈംസ് നമുക്കും ഈ ഫെയ്ത്ത് കാണാൻ പറ്റാതെ വേദന വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘടകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫെയ്ത്ത് ഈസ് ബിൽറ്റ് ഇൻ ദ ചർച്ചസ്. എന്താണ് ഫെയ്ത്ത് എന്നുള്ളതിന്റെ ധൈര്യം ഈ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ അടുത്ത ജനറേഷന് കിട്ടിക്കഴിഞ്ഞാൽ, ദേ വിൽ ബി വെരി പവർഫുൾ. കാരണം ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങി നടക്കാൻ, അവർ കർത്താവിന്റെ ശബ്ദമായി മാറുവാൻ ഈ ജനങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണെങ്കിൽ സാധിക്കും? ഈ ധൈര്യം ഉണ്ടായാൽ, അതായത് മരണത്തെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ ധൈര്യം ഉണ്ടായാൽ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായാൽ, ഓക്കെ, നിത്യമായ തേജസ്സിന്റെ പ്രത്യാശ ഉണ്ടായാൽ, അവരുടെ ജീവിതത്തെ അവർ വലുതായി എണ്ണുകയില്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന വിശ്വാസം മുഴുവൻ, ഇപ്പൊ ഞാനിത് പറഞ്ഞാലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എത്ര കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കേട്ടാലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ വിശ്വാസത്തിന്റെ വാതിലുകളെ അന്ത്യകാലത്ത് ദുഷ്ടൻ അടച്ചു കളഞ്ഞിരിക്കുന്നു. അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിസെപ്റ്റ്സ് ഓഫ് ദ ബൈബിൾ. അതുകൊണ്ട് ഇത് എത്ര കേട്ടാലും പിന്നെയും പഴയതിലേക്ക് വീഴും. കാരണം അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വ്യഭിചാരം, കൊലപാതകം, അല്ലെങ്കിൽ സുവിശേഷ വിരോധികളൊന്നും തോക്ക് കാണിച്ച് മര്യാദയ്ക്ക് യേശുവിനെ തള്ളി പറയും. ഇതൊന്നുമല്ല ഏറ്റവും വലിയ വിശ്വാസത്തിന് എതിര് വരുന്ന സാധനം. നമ്മൾ വലിയ ശത്രുക്കളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, വലിയ ശത്രുക്കളെ കുറിച്ച് നമ്മൾ, പക്ഷെ വിശ്വാസത്തെ എപ്പോഴും തകർക്കുന്നത് കുഞ്ഞു കുറുക്കന്മാരാണ്. തോട്ടത്തെ മലിനമാക്കുന്ന കുഞ്ഞു കുറുക്കന്മാർ. ഒരു കുറുക്കനാണ് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആകുല ചിന്ത. ഈ ആകുല ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ മാറിപ്പോകും, ടോട്ടലി മറിഞ്ഞു പോകും. എക്സാമ്പിൾ, ഇന്ന് നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ആരാണ്? സഹോദരിമാരാണ്, സഹോദരന്മാരാണ്? കൂടുതൽ സഹോദരിമാരാണ്. പ്രവാചകന്മാർ കൂടുതലും വരുന്നത് ഈ സഹോദരിമാരുടെ മീറ്റിംഗ്സിനാണ്. അപ്പൊ സഹോദരിമാരുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളുടെ ഗതി എന്താവും. ഇതാണ് ഏറ്റവും വലിയ കൺസേൺ. ഞങ്ങളുടെ കുടുംബം. കാരണം ഈ സഹോദരിമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്, കുടുംബത്തോട് അവരുടെ ശ്രദ്ധ എപ്പോഴും കുടുംബത്തോടായിരിക്കും. പുരുഷന്മാർ പോയി പല രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കും, ചില സമയത്ത് ഗെയിംസിനകത്ത് ഇൻവോൾവ് ആകും, ചില സമയത്ത് നാട്ടുകാര്യങ്ങൾ സംസാരിക്കും, അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യും. പക്ഷെ സഹോദരിമാരെ സംബന്ധിച്ച് എന്ത് ചർച്ച ചെയ്താലും പിള്ളേരുടെയും കൊച്ചുമക്കളുടെയും കാര്യത്തിലേക്കും അവരുടെ എഡ്യൂക്കേഷൻ തലത്തിലോട്ടും വരും.
അവരുടെ ഭാവി എന്താവും. ഇത് ഒരു അമ്മ മനസ്സാണ്. ഇതാണ് അമ്മ മനസ്സെന്ന് പറയുന്ന സാധനം. ഈ അമ്മ മനസ്സ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ചകളിൽ. ഉപജീവന ചിന്ത, ആകുല ചിന്ത എല്ലാം ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പ്രവാചകൻ വരുന്നത്. പ്രവാചകൻ വന്ന് സംസാരിക്കുന്നതെന്നറിയോ? നീ രാത്രിയുടെ യാമങ്ങളിൽ കരയുന്നത്. അപ്പൊ ഈ ആകുല ചിന്ത വന്നു കഴിഞ്ഞപ്പം ഫെയ്ത്ത് എവിടെ ഉറപ്പിക്കപ്പെടുന്നത്? ആകുല ചിന്തയുടെ മേലെ ഉറപ്പിക്കപ്പെടുന്നത്, ക്രിസ്തുവിന്റെ പ്രവൃത്തികളുടെ മേലല്ല. അപ്പൊ ആകുല ചിന്ത വന്നു കഴിഞ്ഞപ്പോഴേക്കും വിശ്വാസം മുഴുവൻ മാറിപ്പോയി. പിന്നെ പാട്ട്, എൻ്റെ വീട്ടിലൊന്നും കുഴപ്പം സംഭവിക്കുകയില്ല, എൻ്റെ വീട്ടിൽ ആഹാരം ഒന്നും കുറയുകയില്ല. അതാണ് ആ ഉറപ്പ്. അതായത് ഈ ആകുല ചിന്ത മാറ്റാൻ വേണ്ടി കാണിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആകുല ചിന്ത വന്നു കഴിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള പ്രസംഗങ്ങളാണ് ഇത് മുഴുവൻ. ഇതെല്ലാം സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് പൊതുവെ പ്രസംഗിക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നത്, ഈ വല്ലതും കിട്ടണമെങ്കിൽ തന്നെ സ്ത്രീകൾ പറയണം, ചായ വല്ലതും കൊടുക്ക് എന്ന് പറയണം ഇന്നത്തെ കാലത്ത്. അപ്പം ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു എക്കണോമിക്സ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ വുമൺ സെൻട്രിക് സ്പിരിച്വാലിറ്റി. വുമൺ സെൻട്രിക് മാത്രമല്ല, ഇതൊരു കുടുംബം സെൻട്രിക് സ്പിരിച്വാലിറ്റിയാണ്. അതായത് എൻ്റെ കുടുംബം നന്നായിട്ട് നടക്കണം എന്നുള്ള ഒരു സ്പിരിച്വാലിറ്റിയുടെ ബേസിസിലാണ് എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകയില്ല, എൻ്റെ വീട്ടിൽ യാതൊരു സങ്കടവും വരികയില്ല, എൻ്റെ വഴി മുടങ്ങുക. ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഫെയ്ത്ത് ലൈഫായിട്ട് വരാനുള്ള കാരണം എന്താണ്? നമുക്കെല്ലാം പേടിയാണ്, എല്ലാം പേടിയാണ്. പേടിക്കണ്ട. ഇപ്പൊ ഒരാള് ഇന്ന് പറയാണ്, എനിക്കൊന്നും പേടിക്കാനില്ല. രാത്രി നല്ല ഇരുട്ട് പേടിയുള്ള ആളാണ്. റൂമെല്ലാം അടച്ചിരുന്നിട്ട് തന്നെത്താൻ പറയാൻ, ഇല്ല ഒന്നും പേടിക്കാനില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ പിശാചൊന്നുമില്ല, പ്രേതമൊന്നുമില്ല, ഇല്ല ചുമ്മാ പറയുന്നതാണ്. ഇങ്ങനെ ആശ്വസിക്കുക, എൻ്റെ വീട്ടിലൊന്നും സംഭവിക്കില്ല, എനിക്കൊരു കുറവും വരില്ല. ഇതല്ല ഫെയ്ത്ത് ലൈഫ്. ദിസ് ഈസ് നോട്ട് ഫെയ്ത്ത് ലൈഫ്, ദിസ് ഈസ് ഫെയ്ത്ത്ലെസ്നെസ്. ഇത് ഫെയ്ത്ത് ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ശരിക്കുമുള്ള വിശ്വാസം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എന്താണ് ഫെയ്ത്ത് ലൈഫ്? ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് വിശ്വാസ ജീവിതം നയിക്കുന്നത്? എന്ത് ഫെയ്ത്ത് ആണ് നമുക്ക് വേണ്ടത്? ഈ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വിശ്വാസിക്ക് മാത്രം, അതായത് ക്രിസ്ത്യാനിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. വേറെ ഒരാൾക്കും പറ്റില്ല. മറ്റു മതങ്ങളിലെല്ലാം വിശ്വാസമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതെല്ലാം മറ്റു മതങ്ങളിലുണ്ട്. അതായത് എൻ്റെ ദേവൻ അല്ലെ ദൈവം അതാരായാലും കാത്തുകൊള്ളും, ദാനം ആപത്തുകളെ തടയും, വഴിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് അവരുടെ വിശ്വാസമാണ്. ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളാണ്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ഫോർ എ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതാണ് വിശ്വാസ ജീവിതം. കാരണം അവന്റെ മാത്രമാണ് മരണം നീക്കപ്പെട്ടിട്ടുള്ളത്. വേറെ ആരുടെയും മരണം നീക്കപ്പെട്ടിട്ടില്ല, അവരുടെ വിശ്വാസം അനുസരിച്ച് പോലുമില്ല. എവരി വൺ ഹാസ് ടു ഡൈ. പക്ഷെ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അനുസരിച്ച് മാത്രമാണ് മരണം നീക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ബാക്കിയുള്ളവരെല്ലാം ന്യായവിധിയെ ഫേസ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും അതെ, എല്ലാ മതങ്ങളിലും മരണത്തിന് ശേഷമുള്ള ഒരു ന്യായവിധിയെ ഫേസ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് രക്ഷപ്പെട്ടവർ. ക്രിസ്തുവിന്റെ മരണത്താൽ, പ്രായശ്ചിത്തയാഗത്താൽ പാപം കഴുകപ്പെട്ട് മരണത്തെ ഭയപ്പെടാതെ നേരിടാൻ പറ്റുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും വിശ്വാസികൾ എന്ന് പറയുമ്പം അത് മരണത്തെ ജയിക്കുന്ന ഫെയ്ത്ത് ആണ്. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാനുള്ള കാരണം. ഇനി എന്താണ് ഫെയ്ത്ത് എന്നറിയാൻ വേണ്ടി നമുക്ക് റോമാലേഖനത്തിലെ 3ഉം 4ഉം അധ്യായങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കാണാനുള്ളത്. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഒരു 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവസാനത്തെ 3 വാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആ വിശ്വാസം എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ്. എന്താണ് നമ്മൾ എസെൻഷ്യലി വിശ്വസിക്കുന്നത്? നമുക്ക് 3 വാക്യങ്ങൾ വായിച്ചല്ലോ, അതിൽ ആദ്യം വായിച്ച വാക്യം ഒന്നും കൂടെ വായിക്കാം. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. ഓക്കെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതിന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന അവനെ ഉദ്ദേശിച്ച് മാത്രമല്ല നമ്മളെ ഉദ്ദേശിച്ചും കൂടി ആകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എബ്രഹാമിന്റെ വിശ്വാസം, അവനെ നീതീകരിച്ച വിശ്വാസം, അതെന്ത് വിശ്വാസമാണ്? നമ്മൾ ഒരു ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്താണ് എന്നാണ് ശരിക്കും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യത്തിൽ പറയാണ്,
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചു. ഓക്കെ, നമ്മുടെ നീതീകരണത്തിനായി പുനരുത്ഥാനം ചെയ്തുമിരിക്കുന്ന നമ്മുടെ കർത്താവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവനിൽ വിശ്വസിക്കുന്നതിനും കണക്കിടാനുള്ളത് തന്നെ. അപ്പൊ എന്താ വിശ്വസിക്കേണ്ടത്? കർത്താവ് മരിച്ചത് നമ്മുടെ അകൃത്യങ്ങളെ പ്രതിയാണെന്നും കർത്താവ് പുനരുത്ഥാനം ചെയ്തത് നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണെന്നും വിശ്വസിക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ മരണവും നമ്മുടെ അകൃത്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും നമ്മുടെ നീതീകരണവും തമ്മിൽ ബന്ധമുണ്ട്. അല്ലെ? അങ്ങനെയല്ലേ? ഒന്നുകൂടെ വായിച്ചു നോക്കി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റുമിരിക്കുന്ന യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നീതീകരണമാണ്. We were declared righteous because Jesus rose from the dead. യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ ആണ് നമ്മളെ നീതിമാന്മാരാക്കിയത്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചു നോക്കി. 9-10. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വേണം. ആ വിശ്വാസം എന്താണ്? യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഹൃദയം കൊണ്ട് എന്തിനു വിശ്വസിക്കണം? അടുത്ത വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഓക്കെ, അത് നീതീകരണവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതായത് വി ആർ ഡിക്ലെയർഡ് റൈച്ചസ് ബൈ അവർ ഫെയ്ത്ത് ഇൻ ദ റിസറക്ഷൻ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം നമ്മുടെ നീതിയായി മാറുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഇതെന്റെ വയറുവേദന മാറുന്നുള്ള വിശ്വാസം അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഫെയ്ത്ത് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഈ ഫെയ്ത്ത് എന്ത് ഫെയ്ത്ത് ആണ്? അത് പുനരുത്ഥാനത്തിലുള്ള ഫെയ്ത്ത് ആണ്. അപ്പൊ ക്യാൻസർ മാറുന്നു എന്നുള്ള വിശ്വാസമല്ല, മരിച്ചാലും പുനരുത്ഥാനം ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അത് മറിഞ്ഞു പോയത് കണ്ട എങ്ങനെയാണ്? ഇവിടെ പറയുന്ന യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ. ഇനി എബ്രഹാം എന്താ വിശ്വസിച്ച് നോക്കി? എബ്രഹാമിന് നീതിയായി കണക്കിട്ട വിശ്വാസം എന്താ നോക്കി? 17-ാം വാക്യം, 4:17. റോമർ 4:17. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഓക്കെ, മരിച്ചവരെ ഉയർപ്പിക്കുകയും. കണ്ടോ ഫെയ്ത്ത്? കണ്ടോ എബ്രഹാമിന്റെ ഫെയ്ത്ത് എവിടെ വന്നിരിക്കുന്നത്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഉണ്ട് മരിച്ചാലും കർത്താവിന്റെ അടുത്ത് പോകുന്നു. കൈയൊന്നും പൊക്കണ്ടേ, ഈ എല്ലാം ബ്ലാക്ക് സ്ക്രീൻ അല്ലേ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് ശോധന ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഞാൻ മരിച്ചാലും ദൈവം എന്നെ ഉയർപ്പിച്ച് അവന്റെ സന്നിധിയിൽ കൊണ്ടുപോകും. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ പിന്നെ ഉള്ളിൽ പേടി കാണും, എങ്കിലും വെളിയിൽ പറയരുത് എനിക്ക് പേടിയുണ്ടെന്ന്. കാരണം എന്താ? വിശ്വാസം എന്താ നമ്മളോട് പറയുന്നത്? മരിച്ചാലും സാരമില്ല, നമ്മൾ കർത്താവിന്റെ അടുത്ത് തേജസ്സിൽ കാണപ്പെടും. ഫെയ്ത്ത്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം. അങ്ങനെയാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത്. അത് അവന് നീതിയായി മാറി. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന നമുക്കും ദൈവം നീതി നൽകേണ്ടതിന് തന്നെ. അങ്ങനെ നമ്മളെ നീതിമാന്മാരായിട്ട് കണക്കിടാൻ എന്ത് വിശ്വസിക്കണം? നമ്മളും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം. ഹി വാസ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്, called back from the dead for the sake of our justification. അതെങ്ങനെയാണ് സാധിച്ചത് നമുക്ക് നോക്കാം. എന്താണ് പുനരുത്ഥാനവും ഫെയ്ത്തും നീതീകരണവും തമ്മിലുള്ള ബന്ധം? എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് ഈ ലോക ജീവിതത്തിൽ തന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് വലിയ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 5:7. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ കർത്താവ്
മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയിൽ കർത്താവിന് ഉത്തരം ലഭിച്ചു. പിതാവ് അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. നമ്മൾ ഗെത്സമനത്തോട്ടത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവിടെ കർത്താവ് പറഞ്ഞത് എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്നാണ്. അവിടെ മരണം നീങ്ങിപ്പോയില്ല. കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവെ നിനക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ എന്ന് പറഞ്ഞു. എങ്കിലും നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ആ പാനപാത്രം നീങ്ങിപ്പോയില്ല. കർത്താവ് മരിക്കേണ്ടി വന്നു. ഇവിടെ പറയാണ് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മരണത്തിൽ നിന്ന് വിടി. അപ്പൊ ഏത് മരണത്തിൽ നിന്നാണ് വിടുവിച്ചത്? നമുക്കറിയാം, യേശുക്രിസ്തു ശാരീരികമായി മരിക്കുമ്പോൾ ആ വേദന അനുഭവിച്ച്, ആ ക്രൂശിലെ യാതനകൾ മുഴുവൻ അനുഭവിച്ച്, പിതാവിന് ദൈവത്തിന് പാപത്തോടുള്ള ക്രോധത്തെ മുഴുവൻ അനുഭവിച്ച് ക്രൂശിൽ മരിക്കേണ്ട ആ മരണത്തിൽ നിന്ന് കർത്താവ് രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചുമില്ല. അതിന്റെ ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് കഴിയോ, എന്തെങ്കിലും വഴിയുണ്ടോ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ? ഇല്ല, അതുകൊണ്ട് നിന്റെ ഹിതം നിറവേറട്ടെ. അങ്ങനെയാണ് അതിന് ആ ലാംഗ്വേജ്. അതൊരു ചോദ്യോത്തര ലാംഗ്വേജ് ആണ്. എന്നാൽ കർത്താവ് വേറൊരു മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ മരണത്തിൽ തന്നെ വിടുവിക്കണമേ എന്ന് ഭയത്തോടും ഭക്തിയോടും കൂടി നിലവിളിക്കുകയും പിതാവ് അത് കേട്ട് അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അതേത് മരണമാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ സിമ്പിൾ മൈൻഡുള്ള കുറെ ആൾക്കാർ പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപത്തിന്റെ മരണമായ ആത്മമരണത്തിൽ നിന്ന് കർത്താവ് രക്ഷപ്പെട്ടു എന്നാണ്. ഇവിടെ വന്ന് ജീവിച്ചപ്പോൾ പാപം ചെയ്തു പോയേക്കാമായിരുന്നു. പാപം ചെയ്ത് അങ്ങനെയെങ്ങാനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കർത്താവ് രക്ഷപ്പെട്ടു. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് സാധാരണ പെട്ടെന്ന് ആ വാക്യം വായിച്ചിട്ട് ആൾക്കാർ പറയുന്നത്. അതായത്, അല്ലെങ്കിൽ കർത്താവ് പാപം ചെയ്തു പോകുമായിരുന്നു. അവരറിയാൻ വയ്യാത്ത ഒരു കാര്യം എന്തെന്നറിയാം, ഈ പുത്രൻ, നിത്യനായ പുത്രൻ, അപ്പോഴും സ്വർഗത്തിൽ തേജോമയനായ പുത്രൻ തന്നെയാണ്. അവൻ താവോട്ടിറങ്ങി വന്നേ ഉള്ളൂ. അവൻ ഇന്നലെ ഇന്നും നാളെയും എല്ലാം പുത്രനായിട്ട് സ്വർഗത്തിലുണ്ട്. അവൻ ഇതിനിടയിൽ പാപം ചെയ്ത് നശിച്ചു പോവോ? ഒരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം ഇല്ലല്ലോ. ദൈവം ഇല്ലാതായി പോവും. ദൈവം ഇല്ലാതായി പോകില്ലല്ലോ. ടൈം നമുക്ക് മാത്രമേ ഉള്ളൂ. ദൈവം നിത്യനായതുകൊണ്ട് ദൈവം സമയത്താൽ ബന്ധിക്കപ്പെട്ടവനും അല്ല. അപ്പൊ സമയത്തിന് അതീതനായ കാൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ഇവിടെ വന്ന് പാപം ചെയ്ത് നശിച്ചു പോയി ഇല്ലാതായി പോവോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഭയം കർത്താവിനുണ്ടായിരുന്നോ, ഞാൻ ഇല്ലാതായി പോവെന്ന്? ഒരിക്കലുമില്ല. പിന്നെ എന്തിനാണ് കർത്താവ് നിലവിളിച്ചത്? കർത്താവ് നിലവിളിക്കുന്നത് ഒരു പുരോഹിതൻ നിലവിളിക്കുന്ന പോലെയാണ്. അതിന്റെ മുകളിലുള്ള വാക്യവും താഴെയുള്ള വാക്യവും അത് വ്യക്തമാക്കുന്നുണ്ട്. 6-ാം വാക്യം പറയുന്നു, അവൻ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. 10-ാം വാക്യം പറയുന്നു, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് നാമം അവന് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയാണത്. ഈ പുരോഹിതന്റെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു യാഗാർപ്പണത്തിന് മുമ്പുള്ള പ്രാർത്ഥന കൂടിയാണത്. അതായത്, കർത്താവ് ഒരു യാഗം കഴിക്കാൻ പോകുന്നു, ആ യാഗാർപ്പണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഏലിയാവ് യാഗം കഴിക്കുന്നു. ഓക്കെ, ഏലിയാവ് യാഗം കഴിക്കുമ്പോൾ എന്തായിരിക്കും ഏലിയാവ് പ്രാർത്ഥിച്ചത്? നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? കർത്താവ്, ഇവന്മാരെല്ലാം ഈ ബാലിനെ ആരാധിക്കുന്നവരാണ്. ഞാൻ നിന്നെ ആരാധിച്ച് യാഗം കഴിക്കുന്നു, നീ യാഗം സ്വീകരിക്കണം, ഇത് ഇവർക്ക് എവിഡൻസ് ആയിട്ട് വരണം. ഇതായിരിക്കും ഏലിയാവിന്റെ മനസ്സിലൂടെ പോയിരുന്നത്, അല്ലേ? യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പിതാവേ, ഇങ്ങനെ സങ്കല്പിച്ചു നോക്കിയ, പിതാവേ, എനിക്ക് തന്നെ എഴുന്നേറ്റ് വരാൻ പറ്റും. ഓക്കെ, കാരണം ഞാൻ ദൈവമാണ്. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. എൻ്റെ ജീവൻ എടുക്കാനും കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഈ മന്ദിരം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് പണിയാനുള്ള അധികാരം എനിക്കുണ്ട്. എനിക്ക് വളരെ ഈസി ആയിട്ട് എഴുന്നേറ്റ് പോവാം. പക്ഷെ ഞാൻ വരുന്നില്ല. കാരണം എൻ്റെ കൂടെ കുറെ കള്ളന്മാരും കൂടെ മരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവരെല്ലാവരും നീ അംഗീകരിച്ച് നീ എന്നെ എഴുന്നേൽപ്പിക്കണം. അങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേസും ഇവരെല്ലാം രക്ഷപ്പെടും. അപ്പൊ കർത്താവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആര് രക്ഷപ്പെടാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? യേശുക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ പിതാവ് മുകളിൽ നിന്ന് നോക്കി ഒരു യാഗം അംഗീകരിക്കുക. ആ യാഗം പിതാവ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്?
സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമായിട്ടല്ല പറയുന്നത്. ഈ മരിച്ച പുത്രനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, മോനെ നിന്റെ യാഗം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിനകത്ത് കർത്താവ് ആർക്കെല്ലാം വേണ്ടി കരഞ്ഞിട്ടുണ്ട്? ഈ യാഗത്തിനകത്ത് എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം. കരഞ്ഞിട്ടുണ്ട്. അപ്പൊ പിതാവ് പറയണം, നീ ചേസിന് വേണ്ടിയാണോ മരിച്ചത്? ഓക്കെ, നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആരായി? എന്റെ പാപങ്ങളെല്ലാം കഴുകപ്പെട്ടിരിക്കുന്നു, ദൈവം എന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സിമ്പിൾ. ഇപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് പിതാവ് എന്നെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. എനിക്ക് വേണ്ടി ആയിരുന്നു ആ യാഗം. പുത്രൻ നിലവിളിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പുത്രൻ പറഞ്ഞു, ഞാൻ അവന്റെ പ്രതിനിധിയായിട്ട്, അവന്റെ പുരോഹിതനായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് എന്നെ നീ എഴുന്നേൽപ്പിക്കുമ്പോൾ അവനെ എല്ലാമാണ് എഴുന്നേൽപ്പിക്കുന്നത്. ബിക്കോസ് വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, പുത്രൻ എനിക്ക് വേണ്ടി എന്റെ അകൃത്യങ്ങൾ നിമിത്തം മരിച്ചു എന്നും അത് പിതാവ് അംഗീകരിച്ചെന്നും ആ യാഗം എന്നേക്കുമായുള്ള ഒരു യാഗം പിതാവ് അംഗീകരിച്ചെന്നും എനിക്ക് വേണ്ടി അവൻ മരിച്ചത് പിതാവ് അംഗീകരിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം എനിക്ക് നീതിയായി മാറുകയാണ്. കാരണം എന്താണ്? ഗോഡ് ഹാസ് ക്ലെൻസ്ഡ് മീ ഫ്രം ഓൾ മൈ സിൻസ്. എന്റെ പാപങ്ങളെല്ലാം കർത്താവ് കഴുകി കളഞ്ഞിരിക്കുന്ന ഒരു നിത്യമായ യാഗത്തിലൂടെ. അപ്പൊ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് പുനരുത്ഥാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. കാരണം അത് മുഴുവൻ നമ്മുടെ നീതീകരണവും രക്ഷയും പിതാവിന്റെ പക്കലുള്ള നമ്മുടെ പ്രവേശനവും അംഗീകാരവും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും എല്ലാം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന ഒരൊറ്റ ഹിഞ്ചിന്മേലാണ് ഈ ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. അതില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് കൺഫസ് ചെയ്യണം. യേശുക്രിസ്തു തന്നെ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതീകരണം ആകുന്നില്ല. തന്നെ എഴുന്നേറ്റ് പോകാമായിരുന്നു, പക്ഷെ അവൻ പിതാവ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കാത്തിരുന്നു. അത് നമുക്കുള്ള ഒരു എൻട്രി ആയിരുന്നു, വിസ, എൻട്രി ടു ഹെവൻ. അതായത് കർത്താവ് ആർക്ക് വേണ്ടിയല്ല യാഗം കഴിച്ചോ ആ യാഗത്തെ പിതാവ് പൂർണ്ണമായും അംഗീകരിച്ചു. ആ യാഗത്തിനകത്ത് ആരെല്ലാം ഉണ്ടായിരുന്നോ അവന്റെ വിശ്വാസികളുടെ എല്ലാം പാപങ്ങളെ എന്നേക്കുമായി കഴുകിക്കളഞ്ഞു. അപ്പോൾ ഇത് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യാഗത്തെക്കുറിച്ച് ഒന്നും കൂടെ ചിന്തിക്കാനുണ്ട്. ഒറ്റ കാര്യം കൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധിപ്പിച്ച് പറയാം. ഈ ഫെയ്ത്തിന്റെ ഫൗണ്ടേഷൻ എന്താണ്? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്. ഞാനൊരു നിമിഷം ഒന്ന് എടുത്തോട്ടെ. എപ്പോഴും ഞാൻ അതിൻ്റെ നമ്പർ, ആ വേഴ്സ് നമ്പർ ഞാൻ മറന്നുപോകും, ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും. 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. 12 വെച്ച് അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ഓക്കെ, നമുക്ക് ഈ സീൻ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ നോക്കാം. ഓക്കെ, മഹാപുരോഹിതൻ യാഗത്തിനായി രക്തം എടുത്തുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്നു. ഒരു മൃഗത്തിന്റെ, ആ മൃഗത്തിന്റെ ശരീരം എവിടെയാണ്? ശരീരം പാളയത്തിന് പുറത്ത് ചുട്ടുകളയപ്പെടുന്നു. അപ്പൊ ശരീരം ഇങ്ങനെ കഷ്ടം അനുഭവിക്കുമ്പോൾ പുരോഹിതൻ എന്ത് ചെയ്യുന്നേ? ആ രക്തം എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോകും. എവിടെ പോകും? വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകും. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്തുവും അവന്റെ ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. അതെവിടെ വെച്ചാണ് കഷ്ടം അനുഭവിച്ചത്? നഗരവാതിലിന് വെളിയിൽ വെച്ചാണ് കഷ്ടം അനുഭവിക്കുന്നത്. അപ്പൊ ഇത് പാളയത്തിന് പുറത്താണ് മൃഗത്തിന്റെ ശരീരം ചുട്ടുകളയുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരം നഗരവാതിലിന് വെളിയിൽ വെച്ചാണ് കഷ്ടം സഹിക്കുന്നത്. ഇവിടെ അടുത്ത ചോദ്യം, രക്തം എവിടെയാണ് അർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം എവിടെയാണ് അർപ്പിക്കപ്പെടുന്നത്? ആ പാളയത്തിന് പുറത്ത്, നഗരവാതിലിന് പുറത്ത് അശുദ്ധമായ ഒരു സ്ഥലത്താണോ ആ രക്തം അർപ്പിക്കപ്പെടുന്നത്? നോ. പിന്നെ എവിടെയാണ്? അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലാണ് പറയുന്നത്. 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഏത് വിശുദ്ധ മന്ദിരത്തിലാണ് പ്രവേശിച്ചത്? ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത, ലോകാരംഭം മുതലേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയത്തക്ക രീതിയിൽ ടൈമിനാൽ ബാധിക്കപ്പെടാത്ത നിത്യമായ ഒരു കൂടാരത്തിൽ കർത്താവ് എന്ത് ചെയ്തു? അവന്റെ സ്വന്തം രക്തത്താൽ അവനൊരു യാഗം, രക്തം അർപ്പിച്ചു. അവന്റെ സ്വന്തം രക്തം അർപ്പിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നേക്കുമായി അർപ്പിച്ചു എന്നാണ്. ഒരിക്കലായി അർപ്പിച്ചു, എന്നേക്കുമായി അർപ്പിച്ചു. അപ്പോൾ ഒരു ടൈംലെസ് എറ്റേണൽ രക്താർപ്പണമായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് നോക്കിയാലും, അത് നമ്മുടെ ചെറുപ്പകാലത്ത് നോക്കിയാലും ഭാവി കാലത്ത് നോക്കിയാലും എല്ലാം ആ രക്തം അവിടെ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതിന് ടൈമില്ല. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് ആ രക്തം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിത്യമായ ഒരു പാപപരിഹാരത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? അത് ഇവിടുത്തെ കൂടാരത്തിൽ അർപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ആ രക്തം അവിടെ കാണില്ലായിരുന്നു. നിത്യമായ കൂടാരത്തിൽ അർപ്പിച്ചത് കൊണ്ട് എപ്പോഴാ യാഗം കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമില്ല. നിത്യതയിലല്ലേ ആ രക്തം അർപ്പിച്ചിരിക്കുന്നത്? ടൈമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എറ്റേണലി ആ രക്തം അവിടെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് എ കണ്ടിന്യൂസ് സിംഗിൾ സാക്രിഫൈസ്. അതിന്റെ എഫക്റ്റ് ഏത് ജീവിത സമയത്തും നമുക്ക് നോക്കിയാലും അതിന്റെ എഫക്റ്റ് നമുക്ക് കാണാം. അതിനർത്ഥം ഇപ്പോഴും നമുക്ക് വേണ്ടി ആ രക്തം അർപ്പിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് അത് സദാകാലത്തേക്കും വർക്ക് ചെയ്യുന്ന ഒരു യാഗമായി അത് മാറി. അതുകൊണ്ട് ആ ഒരൊറ്റ യാഗത്താൽ അവൻ എന്നേക്കുമായി നമ്മുടെ അതിക്രമങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന, അതാണ് എബ്രായർ 10:19 മുതൽ വായിക്കുമ്പോൾ പറയുന്നത്, നമുക്കൊരു പ്രവേശനം, അവന്റെ ശരീരം എന്ന തിരശീല കീറി നമുക്കൊരു പ്രവേശനവും വിശുദ്ധ മന്ദിരത്തിൽ നമുക്കൊരു പുരോഹിതനുമുള്ളത് കൊണ്ട് നാം നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കും. അപ്പൊ മരണത്തെ ജയിക്കാൻ, മരണഭയത്തെ ജയിക്കാൻ, നമുക്ക് എന്തായി തീരുമെന്നുള്ള ആശങ്കകളെ ജയിക്കാൻ നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. എന്നിട്ട് അവിടെ എടുത്തു പറയാണ്, നിങ്ങൾ ഒരിക്കൽ ദുർമനസാക്ഷിയുള്ളവരായിട്ട് പിന്തിരിഞ്ഞു പോരുത്. ഈ ദുർമനസാക്ഷിയുള്ളവരായി പിന്തിരിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല പാസ്റ്ററെ, എന്നെ ദൈവം പണ്ടേ കൈവിട്ടതാണ്. ഇതൊക്കെ എത്ര പേരെന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എന്നെ ദൈവം പണ്ടേ കൈവിട്ടതാണ്. ഇതാണ് ദുർമനസാക്ഷി. പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിന്റെ പാപമൊന്നും ക്ഷമിക്കപ്പെടാവുന്ന, എത്ര പ്രായശമെന്നുകൊണ്ട് കർത്താവ് ക്ഷമിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഒന്നും നന്നാവാനൊന്നും പോകുന്നില്ല, നിന്നെ ഒന്നും നന്നാക്കി എടുക്കാൻ കർത്താവൊക്കെ എന്നെ കൈവിട്ടതാണ്. ഇങ്ങനെ മൈൻഡിൽ പറയും. ഈ മൈൻഡിൽ പറയുന്ന സാധനമാണ് പിശാച്, ഡെവിൾ ഓൾവേസ് വാണ്ട്സ് ടു സ്കെയർ us away from the Lord. പക്ഷെ കർത്താവ് പറയാണ്, ഇത് നിനക്ക് എപ്പോ വേണേലും കടന്നു ചെല്ലാം. ദുർമനസാക്ഷി പിടിക്കരുത്. പാപം വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഓടരുത്, മരത്തിന് പുറകെ പോയി മറയരുത്. ആ ഒരു ഗതികേടിലല്ല നമ്മൾ ഇന്നുള്ളത്. നമുക്ക് വീണ്ടും വീണ്ടും ആ കൃപാസനത്തിലേക്ക് തന്നെ കടന്നു ചെല്ലാം. കാരണം അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ പക്കലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയ അവസ്ഥയിലാണെങ്കിൽ ഡു നോട്ട് ലൂസ് ഹോപ്പ്. ദുർമനസാക്ഷി നിങ്ങളെ ദൈവത്തിൽ അകറ്റിക്കളയരുത്. നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട നിയമരക്തം ഒരിക്കലും അതിന്റെ എഫക്റ്റ് കുറഞ്ഞു പോകുന്നില്ല. എപ്പോഴും നിങ്ങളെ രക്ഷിക്കുവാൻ അവന് കഴിയും. അവന്റെ മഹാപൗരോഹിത്യം നമുക്ക് എന്നും ഒരു സെക്യൂരിറ്റി ആയിട്ട്, ഒരു കവറിങ് ആയിട്ട് നമുക്ക് അവിടെ വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും മങ്ങരുത്. നിങ്ങൾ ആരെങ്കിലും പ്രത്യാശയിൽ മങ്ങിയിരിക്കുകയാണെങ്കിൽ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലാതെ ഇരിക്കുകയാണെങ്കിൽ, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു അനർത്ഥവും വരികയില്ലെന്നോ, നിങ്ങൾക്ക് രോഗം വരില്ലെന്നോ, നിങ്ങൾ മരിക്കില്ലെന്നോ, കടഭാരം വരില്ലെന്നോ ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ ലോകത്താ ജീവിക്കുന്നെങ്കിൽ ഇതെല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ പാസ്റ്റേഴ്സോ പ്രവാചകന്മാരോ എത്ര പെയിന്റ് അടിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ സംഭവിക്കാം. കാരണം ലോകം ഒത്തിരി നശിച്ച ലോകമാണ്. ഇവിടെ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. ഇന്ന് രക്ഷപ്പെട്ടിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ട വേറെ സ്ഥലത്ത് പോയി വീഴും. ഓക്കെ, തലവേദന മാറിയാൽ പിന്നെ വയറുവേദന വരും, വയറുവേദന മാറിയാൽ പിന്നെ ക്യാൻസർ വരും, ക്യാൻസർ മാറിയാൽ പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാം, അതും വന്നില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഇടിച്ച്, അല്ലെങ്കിൽ പ്രായമായി 150-ആം വയസ്സിലെങ്കിലും മരിക്കാതിരിക്കില്ല ഉറപ്പായിട്ടും.
അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആകെ നോക്കാൻ പറ്റുന്നത് നിത്യമായ വാഗ്ദത്തങ്ങളിലേക്കാണ്. നിത്യമായ വാഗ്ദത്തം പറയുകയാണ്, നീ ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ പിന്നെയും പിന്നെയും കർത്താവിൻ്റെ അടുത്തോട്ട് തന്നെ ചെന്നുകൊണ്ടിരിക്കുക. കാരണം അത് എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട, ഒരിക്കലായി അർപ്പിക്കപ്പെട്ട നിയമരക്തമാണ്. സോ വി ആർ നെവർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. വി നെവർ ഹാവ് ടു ടേൺ ബാക്ക് എവേ ഫ്രം ദ ലോർഡ്. ഇന്ന് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ജീവിച്ചിട്ട് കർത്താവിനെ മറന്ന് പൈസയെ നോക്കി ശുശ്രൂഷിക്കുന്നവർ പോലും നോക്കുന്ന പൈസ എത്ര കിട്ടുന്നതാണ്. ഈ ഒരു ഗതികേടിനകത്തുനിന്ന് നമുക്ക് പിന്നെയും മടങ്ങി ചെല്ലാം. എങ്ങോട്ട് മടങ്ങി ചെല്ലാം? കർത്താവിൻ്റെ അടുത്തോട്ട്. കർത്താവേ, നീ അല്ലാതെ വേറെ എല്ലാത്തിനെയും നോക്കി എൻ്റെ പാപത്തെ പരിഹരിക്കാൻ ഇന്നും നിന്റെ രക്തം ഗുണകരമായി എന്നോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഐ റിജോയ്സ് ഇൻ യു, ഐ റിജോയ്സ് ഇൻ യു ഓൾ ദ ടൈം. എൻ്റെ സാഹചര്യം എന്തായാലും ഐ റിജോയ്സ് ഇൻ യു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നീ എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു പ്രമോദമാണ്, വലിയൊരു വിടുതലാണ്, ഡെലിവറൻസ് ആണ്. ഞാൻ ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ച് ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. സോ ദിസ് ഈസ് വിക്ടറി, ദിസ് ഈസ് ഫെയ്ത്ത്. ഫെയ്ത്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഫെയ്ത്ത് തുടങ്ങുന്നത് കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിരിക്കുന്നുള്ള ധൈര്യത്തിൽ നിന്നാണ്. അത് ദൈവം നമ്മളോട് കാണിച്ച കരുണയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിന്റെ കരുണ. അവന്റെ മക്കളെ ഒരിക്കലും കൈവിടാത്ത ദൈവം. അവൻ തുടങ്ങിയ സൽപ്രവൃത്തി, അവൻ തുടങ്ങിയ നല്ല പ്രവൃത്തി ഒരിക്കലും നിർത്തിക്കളയാത്ത ദൈവം. അവൻ നമ്മൾ തുടങ്ങിയ പ്രവൃത്തിയെ പൂർത്തിയാക്കാൻ കഴിവുള്ള ദൈവം. എബ്രായ ലേഖനം 7:25 പറയുന്നു, അതുകൊണ്ട് താൻ മൂലം ദൈവത്തോട് അടുക്കുന്നവരെ രക്ഷിക്കുവാൻ. വാക്യം 7:25, എബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ നമ്മുടെ പ്രത്യാശയുടെ ധൈര്യം എന്ന് പറയുന്നത്, ഒന്ന് കർത്താവിന്റെ നിത്യമായ യാഗവും, മറ്റൊന്ന് നമുക്ക് ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട് എന്നുള്ളതുമാണ്. ആ ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ഹീസ് അവർ അഡ്വക്കേറ്റ്. ഇപ്പോഴും കർത്താവിനോട്, പിതാവിനോട് പുത്രൻ പറയായിരിക്കും, ചേസിനെ അകത്ത് കയറ്റിയേ പറ്റുള്ളൂ. അത് പിതാവ് കേട്ടേ പറ്റുള്ളൂ. കാരണം ആ അനുസരണം എന്ന് പറയുന്നത് പിതാവ് പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ചോദിക്കുക, എനിക്കൊന്നും വേണ്ട, എനിക്ക് ചേസിനെ ഇവിടെ വേണം. പിതാവ് പറഞ്ഞു, ഓക്കെ ഫൈൻ. അത് ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെക്കുറിച്ച്. എൻ്റെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇതൊരു ഭയങ്കരമായ ഒരു അഷുറൻസ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നുണ്ട്, എന്നെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവം. ഇന്ന് ഈ കൈവിടാത്ത ദൈവം എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെ? ദൈവം കൈവിടില്ല ബ്രദറെ, ഇന്റർവ്യൂ ജയിക്കും. അവിടെയൊക്കെ ചിലപ്പോൾ തോറ്റു എന്നൊക്കെ പറയാം. ഇന്റർവ്യൂ ദൈവത്തിന് ഇഷ്ടമായിരിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് അതൊന്നും ആയിരിക്കില്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഇവിടെ വലിയ പ്രത്യാശ ഒന്നും വെക്കണ്ട ഈ ലോകത്തിൽ. ഇവിടെ വലിയ മോഹങ്ങളും വെക്കണ്ട, രോഗം വരില്ല എന്നും വിചാരിക്കണ്ട. ഇതൊക്കെ വന്നോട്ടെ, നോ പ്രോബ്ലം. വൈ ആർ യു അഫ്രൈഡ്? Why are you afraid? Why you need to be afraid? No need to be afraid. Okay? നമുക്ക് ഒരു വലിയ പ്രത്യാശ ഉണ്ട്, അത് എടുത്തു കളയാൻ ആരെ കൊണ്ടും കഴിയുകയില്ല. ഈ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ ഫെയ്ത്തിന്റെ നിർവചനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഓക്കെ, നമ്മൾ കാണേണ്ടത് എന്താണ്? ഈ അത്ഭുതകരമായ ദൈവിക പ്രത്യാശ നമ്മെ ഉറപ്പിക്കുന്ന ഫെയ്ത്ത്, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ഇപ്പൊ എബ്രഹാമിന്റെ സന്തതികളായിട്ട് നമ്മൾ മാറും. നമ്മൾ എങ്ങനെയാണ് എബ്രഹാമിന്റെ സ്പിരിച്വൽ സന്തതികളാകുന്നത്? എബ്രഹാമിന്റെ സ്പിരിച്വൽ സന്തതികളാകുന്നത് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ്. അല്ലാതെ എബ്രഹാമിന്റെ ആക്ഷരിക സന്തതികളല്ല എബ്രഹാമിന്റെ യഥാർത്ഥ സന്തതികൾ. ഗലാത്യ ലേഖനം വായിച്ചിട്ടുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എബ്രഹാമിന് 2 തരം സന്തതികളുണ്ട്. ഒന്ന് ശരീരത്തിൽ നിന്ന് വന്ന ഡിസെൻഡൻസ്, ഫിസിക്കൽ ഡിസെൻഡൻസ്. മറ്റൊന്ന് സ്പിരിച്വൽ ഡിസെൻഡൻസ്, അത് നമ്മളാണ്. എബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ, അതായത് വാഗ്ദത്തങ്ങൾ, നിത്യമായ രാജ്യത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവർ നമ്മളാണ്. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് തുടക്കം, തുടങ്ങുന്ന എവിടെയാണ്? കർത്താവ് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. അവൻ എന്നെ ഒരു നാളും കൈവിടുന്നില്ല. എൻ്റെ എല്ലാ പാപങ്ങൾക്കും ഒരു പൊറുതിയുണ്ട്. ഞാൻ ശുദ്ധനാകും, നിഷ്കളങ്കനാകും, വിശുദ്ധനായി മാറും. ഞാൻ ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ ആക്കിയിരിക്കുന്നിടത്തോളം കാലം അവന്റെ പ്രവൃത്തി എന്നിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതെന്റെ ഉള്ളിൽ വരുന്നൊരു ഫെയ്ത്താണ്. ദ ലോർഡ് വിൽ നെവർ അബാൻഡൻ മീ. ഒരു മകൻ അപ്പനോട് തോന്നുന്നതാണ്, അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല. അമ്മ നിന്നെ മറന്നാലും അപ്പൻ നിന്നെ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ നിന്നിൽ തുടങ്ങിയിരിക്കുന്ന സൽപ്രവൃത്തിയെ പൂർത്തിയാക്കും. ഈ ഫെയ്ത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസ ജീവിതം കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫെയ്ത്തിന് മുകളിൽ മാത്രമേ നമുക്ക് പണിയാൻ സാധിക്കുകയുള്ളൂ. ഇഫ് യു ആർ നോട്ട് ബോൺ അഗെയിൻ, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ മരണത്തെ ജയിക്കുന്ന വിശ്വാസം ഉണ്ടായിട്ടില്ലെങ്കിൽ, അതിനാണ് വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തെ ജയിക്കുന്ന ഒരു ഫെയ്ത്ത് ഉണ്ടായിരിക്കും.
ആ മരണത്തെ ജയിക്കുന്ന ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് വളർന്ന് ആ മെച്യൂരിറ്റിയിലെത്തി അത് ഓരോ ദിവസവും നമ്മുടെ കൃപയാലുള്ള ശിക്ഷണത്തിൽ നമ്മളെ വളർത്തി നിത്യ തേജസ്സിന്റെ ആ പ്രത്യാശയിൽ നമ്മൾ നിലനിർത്തും. അങ്ങനെ വരുമ്പോഴേ നമുക്ക് പ്രത്യാശ ഗാനങ്ങൾ പാടാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പഴയകാലത്തെ കീർത്തനങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ എപ്പോഴും അതാ പാടുന്നത്, പണ്ടത്തെ പാട്ടുകളാണ്. ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഈ ഇത് പുതിയ പാട്ടാണെന്ന് ചോദിക്കും. പുതിയ പാട്ടല്ല, അവരാരും കേട്ടിട്ടില്ല, പഴയ പാട്ടുകൾ ആരും കേട്ടിട്ടില്ല. പണ്ടൊരാളിനോട് ചോദിച്ചു, പാസ്റ്റർ ഈ പ്രസംഗിക്കുന്നൊക്കെ എവിടെ നിന്ന്, ഏതെങ്കിലും റെഫറൻസ്, ഡിക്ഷണറി, കമന്ററി? ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, ഒരു കമന്ററിയിൽ നിങ്ങൾ കാണാൻ പോകുന്നില്ല, ഒരു കമന്ററിയിലും കാണാൻ പോകുന്നില്ല. കാരണം വചനം ഇങ്ങനെയാണ്, അതങ്ങ് പറയുന്നേ ഉള്ളൂ. ഒരു പിന്നെ നിങ്ങൾക്ക് ഈ ഞാൻ പ്രസംഗിച്ച അതേ പ്രസംഗം നിങ്ങൾ കേൾക്കണമെങ്കിൽ ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷം മുമ്പ് പൂർവ്വപിതാക്കന്മാർ എഴുതിയ പാട്ടുകൾ പാടി നോക്കിയാൽ മതി, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ ഇത് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കാം. പഴയകാലത്തെ ഇംഗ്ലീഷ് ഹീംസ് ഉണ്ട്, എന്തും മനോഹരമെന്നറിയോ. അതിനകത്ത് അമേസിങ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട്. ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ സകല കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഇത്രയും നാള് പാടുമായിരുന്നല്ലോ, സ്തോത്രം ചെയ്യുമായിരുന്നല്ലോ, നമുക്ക് ഒരു ദിവസം പോലും കുറഞ്ഞു പോയിട്ടില്ല എന്നാണ്. അവിടെ ചെല്ലുമ്പോൾ പിന്നെയും അതിനേക്കാൾ ഇങ്ങനെ കിടക്കുകയാണ്, അനന്തമായ ദിവസങ്ങൾ സ്തോത്രം ചെയ്യുക. ദാറ്റ്സ് റൂട്ടഡ് ഇൻ ദ ഹോപ്പ്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പം കാണുമ്പോൾ, പണ്ട് കാലത്ത് ആ പാട്ടുകൾ പാടുമ്പോൾ തന്നെ ഒരു 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 അകത്തേക്ക് വരുന്ന ഒരു മെഡിറ്റേഷൻ മൂഡ്, അത് ഭയങ്കര ആഴമുള്ള. എന്നെ പണ്ടൊരാൾ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ബൈബിളും ഒരു ഹിംബുക്കും മതി. പഴയകാലത്തെ ഹിംബുക്കുകൾ അവരുടെ എക്സ്പീരിയൻസ് ആണ്, ടെസ്റ്റിമണീസ് ആണത്. സോ ദേ ആർ വെരി പവർഫുൾ. പഴയകാലത്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരു ബൈബിൾ കോളേജ് ഇല്ലായിരുന്ന കാലത്ത്, ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ ചൂട്ടും കത്തിച്ച് കിലോമീറ്റർ നടക്കേണ്ടിരുന്ന ഒരു കാലത്ത്, പെട്രോമാക്സ് പോലും ഇല്ലാതിരുന്ന കാലത്ത്, ഓക്കെ, അന്ന് അവര് പാടിയ പാട്ടുകൾ തിയോളജിക്കലി എത്ര പെർഫെക്റ്റ് ആണെന്നറിയോ. അതിനകത്ത് പാടുന്ന പാട്ടുകളെല്ലാം ആത്മാവ് കൊടുത്ത ആ ഒരു പ്രത്യാശയിൽ നിന്നാണ്. ഇഫ് അവർ പ്രത്യാശ ഈസ് കറക്റ്റ്, എല്ലാ പാട്ടും തിയോളജിക്കലി കറക്റ്റ് ആയിരിക്കും. പ്രത്യാശ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവൃത്തികളെ ആശ്രയിച്ചല്ല, ദൈവത്തിന്റെ ദാനം എന്ന രക്ഷയിൽ ആശ്രയിച്ച് ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശം എല്ലാം കറക്റ്റായിട്ട് വരും. അവിടെ പിന്നെ ഉപദേശപ്പശകില്ല. അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ ഉപദേശപ്പശകില്ലാത്തത്. ദേ ഹാഡ് എ സോളിഡ് ഹോപ്പ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഉപദേശപ്പശക ഉണ്ടാവില്ല. അത് ദൈവം നമുക്ക് തരുന്ന ദാനമായ രക്ഷയിലുള്ള പ്രത്യാശ. ഇഫ് യു ഹാവ് ദാറ്റ് ഹോപ്പ് ഇൻസൈഡ് യു, എന്നെ രക്ഷിക്കുന്ന കർത്താവ് അവന്റെ പ്രവൃത്തികളാൽ എന്റെ പ്രശംസകളെ ഇല്ലാതാക്കി എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം എന്നൊരു ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈ ഡോക്ട്രിൻസ് ആർ ദെൻ കറക്റ്റ്. അവിടെ ദുരുപദേശം ഉണ്ടാവില്ല. അവിടെ പാട്ടുകൾ ലോകത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയില്ല, ആശങ്കകളിലേക്ക് കൊണ്ടുപോവുകയില്ല. അതെല്ലാം ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക്, മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഫെയ്ത്ത് ഒരു തുടക്കമാണ്. പണ്ട് കാലത്ത് ഇതേ ഫെയ്ത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കേട്ട ഈ ഫെയ്ത്താണ്. അന്ന് കൺവെൻഷനിലെല്ലാം ഈ പ്രസംഗം ഉണ്ടായിരുന്നു, ഈ വിശ്വാസത്തെക്കുറിച്ച്. പക്ഷെ അന്ത്യകാലം ആയപ്പോഴേക്കും ആ വിശ്വാസത്തിന് ത്യാഗം സംഭവിച്ചിരിക്കുന്നു. ദ ഫെയ്ത്ത് ഹാസ് ഇറോഡഡ്. ആ ഫെയ്ത്ത് ഇല്ലാതായി പോയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതം വളരെ മനോഹരമാണ്. പക്ഷെ അത് പൈസ കൊണ്ടുതരുന്നതാകരുത്, അത് ആരോഗ്യം കൊണ്ടുതരുന്നതാകരുത്, അത് ക്രിസ്തുവിനെ കൊണ്ടുതരുന്നതാകണം. നമ്മുടെ വിശ്വാസ ജീവിതം ഈ ലോകത്ത് നശിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് കണക്ട് ആകരുത്. അത് വിശ്വാസ ജീവിതമല്ല. വിശ്വാസ ജീവിതം ഈസ് അബൌട്ട് തിങ്സ് ദാറ്റ് യു cannot. It's not about the money that you will receive on a timely basis. No, it's not about health that you would receive as a promise. No, nothing. വിശ്വാസ ജീവിതം is always about things that you cannot see. കാണാൻ പറ്റാത്ത കാര്യങ്ങളെ സംബന്ധിക്കുന്നതാണ്, നിത്യതയെ സംബന്ധിക്കുന്നതാണ്, നിത്യമായ തേജസ്സിനെ സംബന്ധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യതിരിക്തങ്ങളായ അനേക ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കും. 10,000 ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രത്യാശ ഉറപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ഇതിനകത്തോടെ വരുന്ന ദുരുപദേശങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തുമില്ല. വി ആർ സാച്ചുറേറ്റഡ് വിത്ത് സോ മെനി ടീച്ചിങ്സ്. പക്ഷെ അതിനകത്തൊന്നും നമ്മൾ രക്ഷപ്പെടുന്നില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ അതേ ആൾക്കാർ തന്നെ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ഹോപ്പ്. ആ
ശരിയായ ഫൗണ്ടേഷനിലുള്ള ഫെയ്ത്ത് നമ്മുടെ ലൈഫിന്റെ അടിസ്ഥാനമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാറ്റിനെയും ജയിക്കുന്നവരായിട്ട് മാറും. പ്രിയ സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമായി നിങ്ങൾ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചെടുക്കാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. ഈ വചനം ക്രിയ ചെയ്യണം, വിശ്വാസത്തെ ഉളവാക്കണം. വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിഷേധിക്കാത്തൊരു ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത അതിവിശിഷ്ടമായ ദൈവം നമുക്ക് ദാനമായി തന്ന ആ പ്രത്യാശയുടെ മനോഹരത്വത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് സംസാരിക്കാൻ ദൈവം അനുവദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.